മലൈക്കോട്ടെ വാലിബൻ്റെ ട്രെയിലർ ഡീകോഡിംഗ് എന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ മൊത്തത്തിലൊന്ന് ഡീകോഡ് ചെയ്ത് നോക്കാൻ പോവാണ്. നമുക്ക് മുമ്പ് വന്നിട്ടുള്ള ടീസറുണ്ട്, പോസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ വെച്ചിട്ട് കുറച്ച് പ്ലോട്ട് ഐഡിയാസ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഒരു ബേസിക് തീമിൻ്റെ 3 വേരിയേഷൻസ് എനിക്ക് തോന്നി. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ലിജോ ജോസ് പെല്ലിശ്ശേരിയെക്കുറിച്ചൊന്ന് സംസാരിക്കാം. കാരണം ഒരു LJP മൂവി എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. പ്ലോട്ടിലേക്ക് വരുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള പ്ലോട്ടായിരിക്കും, പക്ഷേ അതിൻ്റെ അവതരണത്തിലും അതിൻ്റെ ഡീറ്റെയിലും ഒക്കെ ആയിട്ട് ഒരുപാട് ലെയേഴ്സ് ഉണ്ടാവും. ആ ലെയേഴ്സിലെന്ന് പറയുമ്പോൾ അത് കവർ ചെയ്യുന്ന മാറ്റേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ ഡീപ്പായിട്ട് ഇറങ്ങിച്ചെല്ലുന്ന തരത്തിലായിരിക്കും. ഉദാഹരണത്തിന് അദ്ദേഹത്തിൻ്റെ റീസെൻ്റ്ലി ഇറങ്ങിയിട്ടുള്ള സിനിമാസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഹ്യൂമൻ ഇമോഷൻസിൻ്റെ റോ ആയിട്ടുള്ള ഓരോ സംഭവങ്ങളും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് ഡീപ്പായിട്ട് ഇറങ്ങിച്ചെല്ലുന്നുമുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ കുറേ ഫാൻറ്റസി ഉണ്ട്, കുറേ ചിന്തിക്കാനുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് പുള്ളി ഇങ്ങനെ ഇട്ട് തരുന്നു. പിന്നെ ഇതെല്ലാത്തിനുപരി ആ കഥ പറയുമ്പോൾ തീമുണ്ട്, അത് സെലക്ട് ചെയ്യുന്ന ഒരു തീമുണ്ട്. ഇപ്പോൾ ജല്ലിക്കെട്ടിലൊരു ബർത്ത് ഒരു തീമായിട്ട് വരുമ്പോൾ ഈമയോയിൽ വരുമ്പോഴത്തേക്കും അത് ഡെത്താണ് അതിൻ്റെ തീം വരുന്നത്. പിന്നെ നൻപകൽ നേരത്തെ മയക്കത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം അതൊരു കുറേ കൂടി ഒരു ഗോസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ആഫ്റ്റർ ലൈഫ് എക്സ്പീരിയൻസ് എന്നൊക്കെ പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ മലൈക്കോട്ടെ വാലിബനിലേക്ക് വരുമ്പോഴും നമുക്ക് ചിന്തിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ പുള്ളി ഇട്ട് തരും എന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മുടെ ഹ്യൂമൻ ഇമോഷനിൽ ഏതെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പുള്ളി ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ ഫാൻറ്റസി ആയിട്ടുള്ള കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളും ഒക്കെ ഇതിൽ വന്നു പോകുമ്പോൾ തന്നെ പുള്ളിയുടേതായിട്ടുള്ള ഒരു ടോൺ ഉണ്ടാവും, ഒരു കഥ പറച്ചിൽ രീതി ഉണ്ടാവും. ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ ഏതെങ്കിലും ഒരു തീമിനെ ബേസ് ചെയ്തിട്ടായിരിക്കും മേ ബി എനിക്ക് തോന്നുന്നു ഒരു ലാർജർ ദാൻ ലൈഫ് എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമയിലൂടെ പ്രേക്ഷകന് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ത്രൂ ഔട്ട് കൊമേഴ്ഷ്യൽ മൂവിയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ ഇതിൽ കുറേ ഇമാജിനേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ, കഥാപാത്രങ്ങൾ ഒക്കെ ഉണ്ടെന്നാണ് ഇപ്പോൾ ഇതുവരെയുള്ളതിൽ അവർ ഇൻ്റർവ്യൂസിലൊക്കെ പറയുന്നത്. ചിലപ്പോൾ കഥാപാത്രങ്ങൾക്ക് ഒരു സൂപ്പർ ഹീറോ പരിവേഷമോ അല്ലെങ്കിൽ മാജിക് പോലുള്ള സംഭവങ്ങളോ ഒക്കെ ഇതിൽ വരാനുള്ളൊരു സാധ്യതയുണ്ട്. പറഞ്ഞ് നമ്മളപ്പോൾ സിനിമയിലേക്ക് എത്തിയിട്ടുണ്ട്. സിനിമയുടെ മറ്റു കാര്യങ്ങളെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കാൻ സാധ്യതയുള്ളത് ഏത് കാലഘട്ടത്തിലാണ് ഈ സിനിമ നടക്കുന്നത്. അത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ഈ കഥാപാത്രങ്ങളുടെ വേഷം, അവരുപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ്, വെപ്പൺസ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് പഴയ കാലഘട്ടം തന്നെയാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഈ സിനിമയെക്കുറിച്ച് LJP പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പുള്ളി പറഞ്ഞത് ഇതൊരു അമർ ചിത്രകഥ വായിക്കുന്നത് പോലുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതിലെ കഥാപാത്രങ്ങളുടെ വേഷവിധാനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു അമർ ചിത്രകഥ വായിക്കുന്ന ഒരു ഫീല് നമുക്ക് ആ ട്രെയിലറിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. ഇനി സ്ഥലത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇത് ഇന്ത്യ തന്നെ ആവാനാണ് സാധ്യത എന്നെനിക്ക് തോന്നുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ ഇതിന് ഈ ഭൂമിയിൽ നടക്കുന്ന കഥയാണോ, ഇതിന് മൾട്ടിവേഴ്സിൽ വേറെ ഏതെങ്കിലും ഭൂമിയിൽ നടക്കുന്ന കഥയാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇതൊരു ഇമാജിനേഷനാണ്, ഇതൊരു ഫാൻറ്റസിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഭൂപ്രദേശം തന്നെ നമുക്കെടുക്കാം. വറ്റി വരണ്ട പ്രദേശം, കുറേ ഡ്രൈ ആയിട്ടുള്ളൊരു ലാൻഡ്സ്കേപ്പാണ് നമുക്ക് കാണുന്നത്, മരുഭൂമിയോടൊക്കെ ചേർന്ന് കിടക്കുന്നത് പോലെ. അതൊരു നോർത്ത് ഇന്ത്യൻ, ഒരു രാജസ്ഥാൻ ഏരിയ ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലാലേട്ടൻ്റെ ലുക്കിലേക്കാണ്. അതിനൊരു പ്രാധാന്യമുണ്ട്. കാരണം നമ്മൾക്ക് തന്നിട്ടുള്ള ഗ്ലിംസിലാണെങ്കിലും ട്രെയിലറിലാണെങ്കിലും ടീസറിലാണെങ്കിലും ലാലേട്ടനെ അവതരിപ്പിച്ചിരിക്കുന്നത് ഭയങ്കര ഒരു മാസായിട്ടാണ്, ഭയങ്കര ഒരു സംഭവമായിട്ടാണ്. ലാലേട്ടൻ്റെ കാതിലൊരു കടുക്കൻ ഇട്ടിട്ടുള്ള ഒരു രംഗം ഷോട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു ഷോട്ടിൽ ലാലേട്ടൻ്റെ ചെവി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അതിൽ ഡീറ്റെയിലിംഗ് ഭയങ്കര മനോഹരമാണ്. അതുകൊണ്ട് തന്നെ എടുത്തു പറയുന്നത് ചെവിയിൽ കുറേ സ്ക്രാച്ചൊക്കെ ഉള്ളതുപോലെ, അതായത് ആ മനുഷ്യൻ ഈ ഭൂമിയിൽ തന്നെ കുറേ നാളായിട്ട് ജീവിക്കുന്നുണ്ട് എന്നുള്ളൊരു തരത്തിലുള്ളൊരു ഡെപ്പിക്ഷൻ അതിൽ വരുന്നുണ്ട്. ഒരു പക്ഷേ ലാലേട്ടൻ്റെ കഥാപാത്രം ഈ ഭൂമിയിലുണ്ടായിട്ട് 100 കണക്കിന് വർഷങ്ങളായി കഴിഞ്ഞു പോകുന്ന ഒരാളായിരിക്കാം. അതുമാത്രമല്ല, ലാലേട്ടൻ്റെ ഡ്രസ്സിങ് നോക്കിക്കഴിഞ്ഞാലും അവിടെ ഒരു ബിൽഡിങ് കാണിക്കുന്നുണ്ട്. ആ ബിൽഡിങ്ങിൻ്റെ ചുറ്റും കുറേ തുണിയൊക്കെ ഇങ്ങനെ ഇട്ടതായിട്ട് കാണിക്കുന്നുണ്ടല്ലോ, ആ കർട്ടൻസൊക്കെ. അതുപോലെ തന്നെ ഉള്ളൊരു വളരെ സിമിലർ ആയിട്ടുള്ളൊരു ഡ്രസ്സിങ് ആണ് ലാലേട്ടൻ്റെതായിട്ട് നമുക്ക് കാണുന്നത്. പക്ഷേ അത് ആ പ്രദേശത്തിൻ്റെയും നാട്ടുകാരുടെയൊക്കെ ഒരു വസ്ത്രധാരണ രീതിയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു കൾച്ചറിൽ ആ ഒരു സ്റ്റൈൽ ഓഫ് ഡ്രസ്സ് അല്ലെങ്കിൽ കർട്ടൻ, ഷോള് എല്ലാം നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഗസ് ചെയ്യാം. പിന്നെ ലാലേട്ടൻ നല്ല ജിമ്മൊക്കെ ഒന്നുമില്ല, അതിലൊരു ഡെപ്പിക്ഷൻ, പുള്ളി ഒരു ഫൈറ്ററാണ് എന്നുള്ളൊരു ഡെപ്പിക്ഷൻ നന്നായിട്ട് വരുന്നുണ്ട്. പുള്ളി ഇങ്ങനെ പ്രത്യേകം എടുത്ത് മസിലൊക്കെ കാണിക്കുമ്പോൾ ഞാനൊരു ഫൈറ്ററാണ് എന്ന് പറയുന്നൊരു സംഭവം അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ലാലേട്ടൻ്റെ താടി, മീശ സംഭവങ്ങൾ അതിപ്പോൾ മിക്ക പടത്തിലും അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ഇതിൽ അത് വളരെയധികം മനോഹരമായിട്ടുണ്ട്. ആ ഒരു യാ മോനെ ഫീല് കൊണ്ടുവരാനായിട്ട് ലാലേട്ടന് പറ്റിയിട്ടുണ്ട്. ആ ഒരു ലുക്ക് അടിപൊളിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹെയർ സ്റ്റൈലിലേക്ക് വരുമ്പോൾ, മുടിയിലേക്ക് വരുമ്പോൾ, മുടി കുറച്ചുകൂടി ഇങ്ങനെ ചുറ്റി വെച്ചിട്ട് ഒരു മോങ്ക് സ്റ്റൈല് വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഹെയർ സ്റ്റൈലിൽ. അപ്പോൾ അതെനിക്ക് തോന്നുന്നത് അദ്ദേഹം ഒരു ട്രാവലർ ആണെന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് ഞാൻ ഒന്നുകൂടെ ഉറപ്പിച്ച് പറയാനുള്ള കാരണം, അദ്ദേഹത്തിൻ്റെ സൈഡിൽ നമുക്കൊരു കാർട്ട് കാണാൻ പറ്റും, ഒരു കാളവണ്ടി കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ കാളവണ്ടി ഒരു പോസ്റ്ററിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വാലിബൻ്റെ
യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വാഹനം തന്നെയാണ്. പോസ്റ്ററിൽ നമുക്ക് കാളവണ്ടി ഓടിക്കുന്ന ഒരാളെയും അതുപോലെ തന്നെ കാളവണ്ടിക്ക് മുന്നിലായിട്ട് മറ്റേ അനൗൺസ്മെൻ്റൊക്കെ നടത്താനായിട്ട് പണ്ടിങ്ങനെ കൊട്ടിക്കൊണ്ട് പോകുന്ന ടീംസ് ഉണ്ടല്ലോ, അപ്പോൾ അതുപോലെ ഒരു പയ്യനെയും കാണാൻ പറ്റും. അതൊരു അനൗൺസ്മെൻറ്റ് നടത്തുന്ന ഒരു സെറ്റപ്പാണ്. അപ്പോൾ ലാലേട്ടൻ വരുന്നുണ്ട്, വാലിബൻ വരുന്നുണ്ട് എന്നുള്ളത് അവിടെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെ ഒരു സംഭവം. ഒഫീഷ്യൽ ട്രെയിലറിൽ വന്നപ്പോൾ നമ്മൾ കുറേ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റി. ടീസറിലും ഒക്കെ ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ ഡീറ്റെയിൽസ്. അതിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ തോന്നിയത് അതിൽ കാണിക്കുന്ന കോട്ടയാണ്. ആ കോട്ടയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതൊരു രാജകൊട്ടാരമോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സംഭവമൊന്നുമല്ല. ഈ കോട്ടയോട് ചേർന്നിട്ട് തന്നെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ആ കോട്ടയിൽ തന്നെ കുറേ ആൾക്കാർ നിൽക്കുന്നു. അവരുടെ മുന്നിൽ ഒരു ബാരിയർ പോലെ കുറേ സോൾജിയേഴ്സ് നിൽക്കുന്നു. അപ്പോൾ അതിൻ്റെ നടുക്കായിട്ട് 2 പേര് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അതിലൊരാൾ മരിച്ചു കിടക്കുന്നുണ്ട്. അപ്പോൾ മറ്റേ ആൾ മുകളിലേക്ക് നോക്കുന്നു. അവർ തമ്മിലുള്ള ഫൈറ്റിൻ്റെ കണ്ടിന്യൂഷൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് അവിടെ നിൽക്കുന്ന രാജാവ്, ആ രാജാവിനെ കണ്ടാൽ നമുക്കറിയാം പുള്ളി ഒരു വിദേശിയാണ്. അപ്പോൾ പുള്ളിക്കാരൻ എഴുന്നേറ്റ് നിന്ന് തീരുമാനിക്കണം. എനിക്ക് തോന്നുന്നു ആ ഫൈറ്റിനൊടുവിൽ സംഭവിക്കുന്നത് ആ രാജാവ് മറ്റേ ആളെ കൊല്ലുന്നതിനായിട്ട് ഒരു പക്ഷേ കത്തി ഊരി എറിഞ്ഞു കൊടുക്കുമായിരിക്കും, അല്ലെങ്കിൽ കൊല്ലണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുമായിരിക്കും. നമ്മൾ ഈ ഗ്ലാഡിയേറ്റർ സിനിമ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അതിൽ രാജാവ് എഴുന്നേറ്റ് നിന്നിട്ട് തീരുമാനിക്കും, എവിടെ പോയി രാജാവ് എഴുന്നേറ്റ് നിന്നിട്ട് തീരുമാനിക്കും അയാൾ ജീവിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം. അപ്പോൾ ആ ഒരു സംഭവം ഇവിടെയും വളരെയധികം എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഒരു പക്ഷേ അത് 2 പേരെ തമ്മിൽ ഫൈറ്റ് ചെയ്യിപ്പിച്ചിട്ട് അതിലൊരാൾ ജയിക്കുക എന്നുള്ളൊരു പർപ്പസാണ്. പക്ഷേ അതേസമയം തന്നെ ഒരു ലേഡി ചാടി വന്നിട്ട് നിന്ന ആളെ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്. എനിക്ക് ഈ സിറ്റുവേഷനൊക്കെ കണ്ടിട്ട് തോന്നുന്നത് ഒരു ബ്രിട്ടീഷ് ഭരണമായിട്ട് അങ്ങനെ ഫീൽ ചെയ്തില്ല. പക്ഷേ പട്ടാളക്കാരുടെ വസ്ത്രധാരണത്തിൽ അതിൻ്റേതായിട്ടുള്ള ടച്ച് വന്നിട്ടുണ്ട്. ദേശമൊന്നുമില്ലാത്തൊരു സിനിമയായിരിക്കാം. അതായത് വിദേശി എന്നുള്ളത് ഡസൻറ്റ് മാറ്റർ, അയാൾ ഇവിടെയാണ്, അയാൾ ഈ ഒരു നാട്ടുകാരനാണ് എന്നുള്ളതാണെങ്കിലോ. ഇനി അതല്ല, ഒരു വിദേശിയാണ് ഇവിടെ രാജാവായതെങ്കിൽ അപ്പോൾ അവിടെ മുമ്പൊരു രാജാവുണ്ടായിരുന്നു, അയാൾ ചതിക്കപ്പെട്ടു. അയാൾ എങ്ങനെ ചതിക്കപ്പെട്ടു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിന് കാരണം ആരായിരിക്കും? ഒരു പക്ഷേ ആ പൊങ്ങിച്ചാടി വന്ന ലേഡി ആയിരിക്കും. അവരായിരിക്കണം ഇതിൻ്റെ പുറകിലുള്ള മെയിൻ കളി കളിക്കുന്ന ആൾ. ഇനി 2 പേരവിടെ ഫൈറ്റ് ചെയ്തതാണോ അവർ പ്രൊട്ടസ്റ്റ് ചെയ്തതാണോ എന്നുള്ളതും കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ എനിക്ക് ആ ഫോർട്ട്, ആ ഒരു കോട്ട കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് അതൊരു ഗ്ലാഡിയേറ്റേഴ്സ് ഫൈറ്റ് ചെയ്യിപ്പിക്കുന്നത് പോലെ തന്നെ ഇവരെ മല്ലന്മാരെ കൊണ്ട് ഫൈറ്റ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പാണ് അതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ ഫോർട്ടിനോട് കണക്ട് ചെയ്തിട്ട് തന്നെ, ആ കോട്ടയായിട്ട് കണക്ട് ചെയ്തിട്ട് തന്നെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ അവിടെ ഇത് കാണാൻ വരുന്ന കാഴ്ചക്കാരുണ്ട്, ഫൈറ്റ് കാണാൻ വരുന്ന കാഴ്ചക്കാർക്കുള്ള ഭക്ഷണവും സംഭവങ്ങളൊക്കെ ആയിരിക്കാം. അവിടെ കോണും മറ്റ് സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ വിദേശി രാജാവിൻ്റെയും ആ ലേഡിയുടെയും സൈഡിലായിട്ട് ഒരു പുള്ളി നിൽപ്പുണ്ട്. പുള്ളിക്ക് ഇതിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു പക്ഷേ സേനാനായകനോ അതല്ലെങ്കിൽ മുൻപത്തെ രാജാവോ ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ രാജാവ് ആകേണ്ടിയിരുന്ന വ്യക്തിയായിരിക്കാം. പുള്ളിക്ക് ഈ സിനിമയിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് നമുക്ക് ഊഹിക്കാം. പിന്നെ നമ്മൾ വാലിബനെ കാണുന്നുണ്ട്. വാലിബനെ ചങ്ങലക്കിട്ടിരിക്കുകയാണ് ഇതേ ഫോർട്ടിൽ തന്നെ. അതിനുശേഷം ആ ഫോർട്ട് തകർക്കുന്ന, ആ ഫോർട്ടിലൂടെ ഓടി നടന്ന് ഫൈറ്റ് ചെയ്യുന്ന, എനിക്ക് പ്രിൻസ് ഓഫ് പേർഷ്യ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ ആ ഒരു രീതിയിൽ ഇവിടെ ഓടി നടന്ന് ഫൈറ്റ് ചെയ്യുന്ന വാലിബനെ കാണാം. ആ വാലിബൻ്റെ ഫൈറ്റിൽ ആ കോട്ട തകർന്നു പോവുകയാണ്. അത് തോറ്റത് കാരണം പരാജയപ്പെട്ടവനെ പോലെ വന്ന് വെള്ളത്തിലിരിക്കുന്ന വ്യക്തിയെ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാജാവാകേണ്ടിയിരുന്ന വ്യക്തിയായിരിക്കാം. പുള്ളി അവിടെ വന്ന് തോറ്റതുപോലെ നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതേ പുള്ളിയെ തന്നെയാണ് പിന്നീട് നമ്മൾ കഴുതപ്പുറത്ത് കയറ്റിക്കൊണ്ട് പോകുന്നൊരു സീൻ കാണുന്നുണ്ട്. തല മുണ്ടനം ചെയ്ത് കഴുതപ്പുറത്ത് കയറ്റിക്കൊണ്ടുപോകുന്ന ഒരു രീതിയൊക്കെ പണ്ടൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ, ഇപ്പോൾ തോറ്റ ആൾക്കാരെയൊക്കെ അങ്ങനെ കൊണ്ടുപോകുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു വളരെ സിമിലർ ആയിട്ടുള്ളൊരു സംഭവമാണ് അവിടെ നടക്കുന്നത്. അങ്ങനെ പോകുമ്പോൾ മുമ്പിൽ ഒരാൾ കൊട്ടിക്കൊണ്ടും പോകുന്നുണ്ട്, പുറകെയും കുറേ പേരുണ്ട്, പരിവാരങ്ങളൊക്കെ ഉണ്ട്. അവിടെ കാഴ്ചക്കാരായിട്ട് ഒരുപാട് നാട്ടുകാർ നിൽപ്പുണ്ട്. അതിൽ നമ്മുടെ നായികയും നിൽപ്പുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നായിക മീൻസ് വാലിബൻ്റെ നായികയല്ല, പക്ഷേ അതിൽ 2 പ്രണയിതാക്കളെ നമ്മൾ കാണുന്നുണ്ട്. അത് മുമ്പ് ഇറങ്ങിയ പാട്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവർക്കും ഇവരുടെ പ്രണയത്തിനും ഈ സിനിമയിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ആമേൻ സിനിമയിലൊക്കെ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഒരു പ്രണയ സംഭവവും അതിനോട് ചേർന്നിട്ടുള്ളൊരു ചിത്രീകരണമൊക്കെ തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അവരുടെ പ്രണയവുമായി ബന്ധപ്പെട്ടിട്ട് നടക്കുന്ന എന്തോ ഒരു സംഭവം കൂടി വാലിബനെ വളരെയധികം അയാളുടെ ആ ഒരു വിശ്വരൂപം പുറത്തെടുക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ടാവണം. മഞ്ഞപ്പൊടികളൊക്കെ പറപ്പിച്ചിട്ട് ആഘോഷിക്കുന്ന നാട്ടുകാരെ നമുക്ക് കാണാം. വാലിബനെയാണ് അവർ ആഘോഷിക്കുന്നത്. വാലിബൻ അവരുടെ ഹീറോ ആയി മാറുന്ന ഒരു രംഗമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ അവതാർ സിനിമയിലൊക്കെ ഉള്ളതുപോലെ കുറേ പേർ ചുറ്റുമിരുന്ന് വാലിബനെ വണങ്ങുന്ന, അല്ലെങ്കിൽ വാലിബനുമായി ചേർന്നിരുന്ന് അവരുടെ ഒരു റിച്വൽ പെർഫോം ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അവിടെയും വാലിബനാണ് സെൻറ്ററിൽ വരുന്നത്. ചുരുക്കത്തിൽ വാലിബൻ ആ നാട്ടുകാരുടെ എന്തോ ഒന്നായി, അല്ലെങ്കിൽ രക്ഷകനായി, അല്ലെങ്കിൽ ഒരു ദൈവതുല്യമായിട്ടുള്ളൊരു സംഭവമായി അവർക്ക് മാറുന്നു. അപ്പോൾ അതിനർത്ഥം
അർത്ഥം വാലിബൻ അവിടെ നിന്ന് പണ്ടേ ഉണ്ടായിരുന്നതാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. വാലിബൻ അവിടെ അവരിലേക്ക് പിന്നീട് എത്തിച്ചേരുന്നതായിട്ട് നമുക്ക് കണക്കാക്കാം. വാലിബന് കെട്ടിയ കോട്ടയിൽ തന്നെ നോക്കുമ്പോൾ നമുക്ക് കാണാം അവിടെയുള്ള സോൾജിയേഴ്സും അവിടെ വന്നിട്ടുള്ള സാധാരണക്കാരും തമ്മിൽ നല്ല മുട്ടൻ ഫൈറ്റ് നടക്കുന്നുണ്ട്. ഈ സാധാരണക്കാരെ വളയുന്ന പട്ടാളക്കാരെയും അതിനുശേഷം എല്ലാവരും മുകളിലേക്ക് നോക്കുന്ന ഒരു സീന് നമുക്ക് കാണാൻ പറ്റും. ഒരു പക്ഷേ മിക്കവാറും അവിടെ വാലിബനായിരിക്കും അവിടെ വന്ന് നിന്നിട്ടുണ്ടാവുക. അതായത് ദ ഫൈറ്റ് ഈസ് ഓൺ, അവിടെ നിന്നായിരിക്കും ആ ഒരു ഫൈറ്റിൻ്റെ ഒക്കെ ഉള്ളൊരു ഹെവി സംഭവമൊക്കെ വന്നിട്ടുണ്ടാവുക. പിന്നെ അതുപോലെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല പ്രശാന്ത് ആയിരുന്നു അതിലെ ഭയങ്കര സംഭവമായിട്ടുള്ള കഥാപാത്രം, വാലിബനെ തല്ലാൻ വരുന്ന കഥാപാത്രം. പുള്ളിനെ കണ്ടപ്പോൾ എനിക്ക് ഓക്കെ ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ കറക്റ്റായിട്ട് എനിക്ക് റീകോൾ ചെയ്യാൻ പറ്റിയില്ല. വാലിബന് പറ്റിയ ഒരു എതിരാളി എന്നുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും. എനിവേ വാലിബന് നേരെ പുള്ളി ആ വെപ്പണും എടുത്തുകൊണ്ട് തല്ലാനായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ വെപ്പൺ അത്രയും വെയിറ്റ് ഉണ്ട്, അത് താഴെ തറയിലോട്ട് ഉറച്ചുകൊണ്ടാണ് പുള്ളി ഓടി വരുന്നത്. അതിൻ്റെ കണ്ടിന്യൂഷൻ എന്താണെന്നുള്ളതാണ് നമ്മൾ ഗ്ലിംസിൽ കണ്ടത്. ഇഫ് ഐ റിമെമ്പർ കറക്റ്റ്ലി നമ്മൾ ഗ്ലിംസിൽ കണ്ടിട്ടുള്ളത് ലാലേട്ടൻ ഇങ്ങനെ തുണിയെടുത്ത് ഇങ്ങനെ വീശി എറിയുന്നു. വാലിബൻ തൻ്റെ സ്കില്ലും നോളജും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് പുള്ളിയെ നിഷ്പ്രയാസം തോൽപ്പിക്കുന്നു. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും ഒരു പുള്ളിക്കാരൻ ഇരിപ്പുണ്ട് കൊടയൊക്കെ വെച്ചിട്ട് സെറ്റപ്പായിട്ട്. ഇതേ പുള്ളിയെ നമ്മൾ ആ ട്രെയിലറിൽ തന്നെ പല സ്ഥലത്തായിട്ട് കാണുന്നുണ്ട്. ഫൈറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള ആൾക്കാരെ ഒരുക്കുന്ന ഗ്രൂപ്പിൻ്റെ ഒരു ഹെഡാണ്. പുള്ളിക്കാരൻ്റെ ശിഷ്യനായിരിക്കാം ഈ വാലിബനെ തല്ലാനായിട്ട് ഓടിച്ചെല്ലുന്ന കഥാപാത്രം. ഇനി വാലിബനും അയാളും തമ്മിലുള്ള എന്താണ് ബന്ധം? ഒരു പക്ഷേ വാലിബൻ്റെ സ്പോൺസർ അല്ലെങ്കിൽ ഗുരു ആശാനൊക്കെ ആയിരിക്കാം ആ വ്യക്തി. അതല്ലെങ്കിൽ വാലിബൻ അയാളുടെ ശിഷ്യന്മാരെ തോൽപ്പിക്കുന്നതിലൂടെ ഇയാളുടെ പ്രിയങ്കരനായി മാറുന്നതായിരിക്കാം. പിന്നെ ഇതിലൊരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിക്കുള്ളൊരു എലമെൻ്റ് ഉണ്ട്. രാജകൊട്ടാരത്തിലോ അല്ലെങ്കിൽ അതുപോലെ റാങ്കിലുള്ളൊരു ലേഡിയുമായിട്ട് ഇഷ്ടത്തിലാണ്. ആ ഇഷ്ടം എപ്പോൾ ഉണ്ടായി? ഏതായാലും ഇപ്പോൾ ഉണ്ടായതല്ല. അപ്പോൾ വാലിബന് ചെറുപ്പത്തിൽ എപ്പോഴോ അറിയാമായിരുന്ന ഒരു പെൺകുട്ടിയായിരിക്കാം. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് വാലിബനെ കുറിച്ചൊരു ഔട്ട്ലൈൻ കിട്ടുന്നത് എങ്ങനെയാണ്? വാലിബൻ ഫൈറ്ററാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു നാടക നടനോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നൊരു വ്യക്തിയും കൂടിയാണ്, ഒരു ആർട്ടിസ്റ്റാണ്, കണ്ടിന്യൂസ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. കൂടാതെ വാലിബൻ ഒരു പാസ്റ്റ് ഉണ്ട്. ഇതേ നാടുമായിട്ട് ഇതേ നാട്ടുകാരുമായിട്ട് രാജകുടുംബവുമായിട്ടൊക്കെ കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പാസ്റ്റ്. ഒരു പക്ഷേ ഈ ഗ്ലാഡിയേറ്റേഴ്സിനെ ഞാൻ പറഞ്ഞ പോരാളികളെ ഡെലിവറി ചെയ്യുന്ന വ്യക്തി ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ശിഷ്യന്മാരിൽ ഒരാളായിരിക്കും വാലിബൻ. പിന്നീട് ഈ നാട് വിട്ട് പോകേണ്ടി വരുന്ന ഒരാളായിരിക്കും. പക്ഷേ അയാൾ തിരിച്ചു വരുന്നു. മുമ്പത്തേക്കാളും ശക്തനും വലിയൊരു സംഭവമായിട്ടായിരിക്കും ചിലപ്പോൾ വാലിബൻ തിരിച്ചു. പിന്നെ കുറേ നാട്ടുകാർ വെപ്പണും ഒക്കെ ആയിട്ട് നമ്മൾ ഓടി ഇറങ്ങി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ ഒരു ഗോസ്റ്റ് വേർഷനാണ് നമ്മൾ കാണുന്നത്. മെയിനായിട്ട് പാസ്റ്റിലെ കഥ, പഴയ കഥ പറയുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ആ ഒരു സംഭവമൊക്കെ വരുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ടായിരിക്കും നമ്മൾ പിന്നീട് കാണുന്ന കോട്ടയ്ക്കുള്ളിൽ കുറേ നാട്ടുകാർ മരിച്ചു കിടക്കുന്നു, അവരുടെ ചുറ്റും കുറേ പട്ടാളക്കാരുണ്ട്. അതുകൂടാതെ നടുക്ക് 2 ലേഡീസ് ഉണ്ട്. അതിൽ ഒരാൾ മരിച്ചു, മറ്റേ ആൾ അപ്പോഴും ജീവനോടെയുണ്ട്. കുറച്ച് ആൾക്കാർ പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ട് അപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു വലിയൊരു ജനസൈഡ് നടക്കുന്നുണ്ട്. ഇത് പാസ്റ്റാണോ പ്രസൻ്റ് ആണോ എന്നുള്ളതൊന്നും കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു സാധ്യത മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് പോയിന്റ്സ് ഒക്കെ മനസ്സിലാക്കുക. വാലിബൻ്റെ കഥാപാത്രം വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു പക്ഷേ അദ്ദേഹം ഒറ്റയ്ക്കായിരിക്കും ഈ യാത്രകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ യാത്രക്കിടയിൽ അദ്ദേഹം കണ്ടുമുട്ടുന്ന ആൾക്കാർ, കാര്യങ്ങൾ, സംസ്കാരങ്ങൾ, അവിടെ നിന്ന് നേടുന്ന അറിവുകൾ, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിനെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്കില്ലിനെയെല്ലാം വളരെയധികം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ യാത്ര ചെയ്ത് അദ്ദേഹം എത്തിച്ചേരുന്നു ഒരു ഗ്രാമത്തിലേക്ക്. അവിടെ ഇപ്പോൾ ഒരു രാജാവ് ഭരിക്കുന്നുണ്ട്. വിദേശിയായിട്ടുള്ളൊരു രാജാവാണ് അവിടെ ഭരിക്കുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു സ്ത്രീയുണ്ട്, വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ലേഡിയുണ്ട്, രാജ്ഞിയായിരിക്കാം. അപ്പോൾ ആ നാട്ടിലൊരു വലിയൊരു മല്ലനും ഒക്കെ ഉണ്ട്. അതുമാത്രമല്ല മല്ലന്മാരെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു വ്യക്തിയുമുണ്ട്. അപ്പോൾ അതിനിടയിലേക്ക് വാലിബൻ വന്നെത്തുന്നു. പക്ഷേ വാലിബനെ അവർ സ്വീകരിക്കുന്നത് നല്ല രീതിയിലല്ല. എന്നാൽ പോലും അവരെല്ലാം തോൽപ്പിച്ച് വാലിബൻ മുന്നോട്ടേക്ക് പോകുന്നു. പതുക്കെ രാജാവിൻ്റെ അടുത്തും ഈ വിവരം എത്തുന്നു. അവർക്ക് വാലിബനോട് വലിയ താല്പര്യമില്ല. അങ്ങനെ വാലിബനെ അവർ പിടിച്ച് കെട്ടിക്കൊണ്ടുവന്ന് ചങ്ങലയിൽ കെട്ടിവെക്കുന്നു. പക്ഷേ അങ്ങനെ ഇരിക്കെ നാട്ടുകാരും രാജാവിനിടയിലും പ്രശ്നങ്ങളുണ്ടാവുന്നു. എനിക്ക് തോന്നുന്നു അവിടെയുള്ള പെൺകുട്ടികളെല്ലാം ഇവർ ദാസിമാരാക്കാനായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. അതിനെതിരെ നാട്ടുകാർ പ്രതികരിക്കുന്നതും അതിനെ തുടർന്ന് നാട്ടുകാരും ഈ പറഞ്ഞ രാജാവിൻ്റെ സൈന്യവും തമ്മിലൊരു ഫൈറ്റ് ഉണ്ടാവുന്നു. ആ ഫൈറ്റിൽ ആ നാട്ടിലുള്ള ഒരുപാട് പേര് മരിക്കാനിടയാവുന്നു. അതിനിടയിലാണ് വാലിബൻ തൻ്റെ ചങ്ങല പൊട്ടിച്ച് മുന്നിലേക്ക് വരുന്നത്. അങ്ങനെ വാലിബൻ അവിടെ ഒരു വലിയൊരു ഫൈറ്റ് തന്നെ നടത്തുന്നു. വാലിബൻ്റെ സഹായത്തോടെ ആ നാട്ടുകാരും അവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടികളും എല്ലാവരും രക്ഷപ്പെടുന്നു. അങ്ങനെ വാലിബൻ അവരുടെ ഹീറോ ആവുന്നു. അങ്ങനെ വാലിബനോടൊത്ത് ഇവർ അവിടെ നിന്നും യാത്ര തിരിക്കുന്നു. അപ്പോൾ ഇതിനിടയിൽ വാലിബൻ ഒരു പ്രണയം കാണുന്നുണ്ട്. ഒരു പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഡീപ്പായിട്ടുള്ള മെമ്മറീസ്, അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് ഉണർത്തിയെടുക്കുന്നുണ്ടാവും. ഈ സിനിമയിൽ തന്നെ വാലിബനും ഒരു പ്രണയം ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം വ്യക്തമാണ്. അപ്പോൾ വാലിബൻ്റെ പ്രണയം പക്ഷേ
ഒരു ഫോർബിഡൻ ലവ് ആണ്. അതുമാത്രമല്ല അത് പണ്ടെന്നോ സംഭവിച്ചൊരു കാര്യമാണ്. അപ്പോൾ ഒരു പക്ഷേ വാലിബൻ തിരിച്ച് തൻ്റെ പ്രണയിനിയെ കാണാൻ പോകുന്നുണ്ടാവാം. ഇറ്റ്സ് ഗോയിങ് ടു ചേഞ്ച് സംതിങ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാവരുടെയും ജീവിതത്തെയോ ബാധിക്കുന്ന രീതിയിൽ വലിയ എന്തോ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. ഇതിനിടയിൽ വാലിബന് അതിശക്തനായ ഒരു എതിരാളിയും ഉണ്ടാകുന്നു. പക്ഷേ അത് വാലിബനെ കൂടുതൽ സ്ട്രോങ് ആക്കാനും കൂടുതൽ വളരാനും തന്നെ ഒരു സംഭവമാക്കി മാറ്റാനൊക്കെ ആയിട്ട് വാലിബനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവണം. അത് ഫിസിക്കലിയും അതുപോലെ തന്നെ മെൻ്റലിയും എല്ലാം അദ്ദേഹത്തെ ചേഞ്ച് ചെയ്യുന്നു. ഒരു പക്ഷേ ഫിസിക്കലി അദ്ദേഹത്തിന് വലുതാവാൻ പറ്റും, അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ പവേഴ്സ് അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. അദ്ദേഹത്തിന് ഈവൻ വലുതാവാനും ചെറുതാവാനും സിമ്പിളായിട്ട് മരം വരെ പിഴുതെറിയാനൊക്കെ പറ്റുന്ന രീതിയിലേക്ക് അദ്ദേഹം സംഭവമായി മാറുമായിരിക്കാം. അങ്ങനെ ഒരു സാധ്യത ഇതിലെവിടേക്കോ ഉണ്ട്. ചെറിയൊരു പോസ്റ്ററിൽ, കഴിഞ്ഞു പോയൊരു പോസ്റ്ററിലൊക്കെ അങ്ങനെ ഒരു ചെറിയൊരു സാധ്യത അവർ ഗ്ലിംസ് ഇട്ടിട്ടുണ്ട്. മേ ബി അങ്ങനെ ആയിരിക്കില്ല, അദ്ദേഹത്തിനെ കൂടുതൽ സ്ട്രെങ്ത് ഉള്ളൊരു കഥാപാത്രമാക്കി മാറ്റുന്നു, അല്ലെങ്കിൽ ഒരു ബെറ്റർ ഫൈറ്ററാക്കി മാറ്റുന്നു എന്നുള്ളതായിരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ഈ നാട്ടുകാരോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ ഈ ഫൈറ്റേഴ്സിനെ എല്ലാം ട്രെയിൻ ചെയ്യിപ്പിച്ച ഒരാളുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം വാലിബനെ കൂടുതൽ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ടാവാം. അതുകൂടാതെ വാലിബനുമായിട്ട് ഫൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടാവും. ഈ ഒരു പോക്കിലായിരിക്കും മിക്കവാറും വാലിബൻ തൻ്റെ പഴയ നായികയുടെ അടുത്തേക്ക് പോകുന്നത്. ഇനി നമുക്ക് അതിൻ്റെ തന്നെ ചെറിയൊരു ട്വീക്ഡ് വേർഷനിലേക്ക് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു രാജകൊട്ടാരം, അല്ലെങ്കിൽ ഒരു രാജാവ്, അല്ലെങ്കിൽ ഒരു മെയിൻ ഒരു സാമ്രാജ്യത്തിൻ്റെ ഒരു സബ്സിഡറി ആയിട്ടുള്ളൊരു ഭാഗം, അവിടെ ഭരിക്കുന്ന ഒരു വിദേശിയായിട്ടുള്ള ഒരു രാജാവ്, മേ ബി ബ്രിട്ടീഷ് കാലഘട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടാവാം ഇതിൻ്റെ അകത്ത്. അപ്പോൾ അങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ ആ നാട്ടിൽ ഉള്ള നാട്ടുകാരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, ടാക്സ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കെ മേ ബി പെൺകുട്ടികളെയും കൊണ്ടുപോകുന്നുണ്ട് ദാസിമാരാക്കാനായിട്ട്. അതുകൂടാതെ അവിടെയുള്ള ജനങ്ങളെ ചുമ്മാ കൊല്ലുന്നുണ്ടാവാം. ഇനി അതും അല്ലെങ്കിൽ അവരെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യിപ്പിച്ചിട്ട് കൊല്ലിപ്പിക്കുന്നുണ്ടാവാം. പക്ഷേ എന്തു തന്നെ ആയാലും ഇതിനെതിരെ നാട്ടുകാർ പ്രതികരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അവരുടെ പ്രതികരണങ്ങളെല്ലാം വൃഥാവിലാകുന്നു. കാരണം ആ രാജാവിൻ്റെ പടയാളികളും എല്ലാവരും ചേർന്നിട്ട് ഇവരെ മാക്സിമം ഇല്ലാതെയാക്കി തീർക്കുന്നു. അങ്ങനെ ബാക്കി വരുന്ന ജനങ്ങൾ അവിടെ നിന്നും രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. ഗ്രാമത്തിൻ്റെ ഒരു തലവൻ, അദ്ദേഹത്തെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ നിന്ന് എല്ലാവരും രക്ഷപ്പെടുകയാണ്, അവിടെ നിന്ന് എല്ലാവരും പോവുകയാണ്. ഈ പോകുന്ന വഴിക്ക് വെച്ച് ഇവർ വാലിബനെ കണ്ടുമുട്ടുന്നു. ആ വില്ലേജേഴ്സിൻ്റെ കൂടെ വാലിബൻ ചേരുകയാണ്. അപ്പോൾ അതിനിടയിലായിരിക്കും മേ ബി എന്താ പറയുക, നാടക നടിയെ കണ്ടിട്ട് ആരാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ദേവി, അപ്പോൾ വാലിബൻ, മലൈക്കോട്ടെ വാലിബൻ എന്നൊക്കെ ലാലേട്ടൻ പറയുന്ന രംഗമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ വാലിബൻ പറയുകയാണ് ഞാനൊരു ഫൈറ്ററാണെന്നുള്ളത്. തലവന് അതത്ര യോജിക്കുന്നില്ല. അപ്പോൾ പുള്ളിക്കാരൻ ഇതുപോലെ ടെസ്റ്റ് ചെയ്യിപ്പിക്കുന്നു, അതിൽ വാലിബൻ വിജയിക്കുന്നു. പിന്നീട് വാലിബനെയും കൂട്ടി അദ്ദേഹം ഫൈറ്റിംഗ് യാത്രകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. കാളവണ്ടി അതിനുള്ളതായിരിക്കണം. അപ്പോൾ അതിൻ്റെ അകത്തൊരു അസിസ്റ്റൻറ്റ് പയ്യനുണ്ട്, ഈ പയ്യനൊരു പ്രണയമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വാലിബൻ കാണുന്നത്. അങ്ങനെ ഇവർ ഈ പോകുന്ന പോക്കിൽ ഈ രാജാവിൻ്റെ സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന മറ്റൊരു സ്ഥലത്തേക്ക് അവരെത്തിച്ചേരുകയാണ്. അവിടെ വാലിബൻ്റെ നായികയുണ്ട്. പഴയ ഒരു പാസ്റ്റിൽ നിന്നുള്ള ഒരു നായിക തന്നെ ആയിരിക്കണം. അദ്ദേഹം വീണ്ടും പ്രണയത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഇതിനിടയ്ക്കാണ് മറ്റേ ആ രാജാവും കാര്യവുമൊക്കെ സൈന്യവുമൊക്കെ ആയിട്ട് ഇവർ മീറ്റ് ചെയ്യേണ്ടി വരുന്നത്. പക്ഷേ ഇത്തവണ ഇവരുടെ കയ്യിൽ വാലിബനുണ്ട്. അങ്ങനെ മലൈക്കോട്ടെ വാലിബൻ്റെ സഹായത്തോടെ ആ ഒരു രാജാവിനെയും അതുപോലെ തന്നെ പരിവാരങ്ങളെ, അവരുടെ സൈന്യത്തെയെല്ലാം ഇവർ തോൽപ്പിക്കുന്നു. ആ ഒരു തോൽവിയോടെ ആ രാജാവും പരിവാരങ്ങളൊക്കെ പിൻവാങ്ങുന്നു. അപ്പോൾ ഈ ഒരു നാട് ഇവർക്ക് വീണ്ടും തിരിച്ചു കിട്ടുകയാണ് വാലിബൻ്റെ സഹായത്തോടെ. അങ്ങനെ വാലിബൻ അവരുടെ ഒരു സംരക്ഷകൻ അല്ലെങ്കിൽ രക്ഷകനായി മാറുന്നു. അപ്പോഴാണ് നമ്മൾ ഈ കണ്ട സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഒബ്വിയസ്ലി ഉണ്ടാവുമല്ലോ. പിന്നീട് വീണ്ടും കഥ മാറുന്നു. ഈ പറഞ്ഞതുപോലെ തന്നെ വാലിബന് അതിശക്തനായിട്ടുള്ളൊരു എതിരാളി വരുന്നു. വാലിബൻ ഇനിയും മുന്നോട്ടേക്ക് പോകണം, വളരേണ്ട ഒരു ആവശ്യമുണ്ട് എന്നുള്ളൊരു കാര്യത്തിലേക്ക് എത്തുന്നു. അപ്പോൾ അവിടെ ആയിരിക്കും നമ്മൾ അവതാറിലൊക്കെ കണ്ടതുപോലെ എല്ലാവരും കൂടി വാലിബനെ റിച്വൽ നടത്തുന്നത് പോലെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ അവിടെ വെച്ചായിരിക്കാം വാലിബൻ കൂടുതൽ ശക്തനായി മാറുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടക്കമായിരിക്കാം. വാലിബൻ പിന്നീട് അതിശക്തനായി മാറുന്നു. പിന്നെ ഈ പറഞ്ഞതുപോലെ തൻ്റെ പ്രണയിനിയും അദ്ദേഹം കണ്ടുമുട്ടുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നില്ല വാലിബൻ ആ പ്രണയത്തിലേക്ക് കൂടുതൽ ഇൻവോൾവ്ഡ് ആകും, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലേക്ക് അദ്ദേഹം ഇറങ്ങിച്ചെല്ലും എന്നെനിക്ക് തോന്നുന്നില്ല. അത് മിക്കവാറും ഒരു ഓർമ്മയായി തന്നെ അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിരിക്കും അവർ തീരുമാനിക്കുക. അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു ട്വീക്ഡ് വേർഷൻ നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം. അങ്ങനെ വാലിബൻ ഇവരുടെ കൂടെ കുറേ നാളായിട്ടുണ്ട്. പക്ഷേ വാലിബൻ ഒരു സാധാരണക്കാരൻ തന്നെയാണ്, ഒരു മല്ലനാണ്, ഒരു ഫൈറ്ററാണ്, ഒരു നാടക നടനോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ നടക്കുന്നൊരു വ്യക്തിയായിരിക്കാം. അപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ ഗ്രാമനിവാസികളും കൂടി ഒരു പക്ഷേ അവിടെ തന്നെ സ്ഥിരതാമസമുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ഇവർ സ്ഥിരമായി പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കാം. അപ്പോൾ ഇവർ എന്തായാലും ഈ ഒരു നേരത്തെ പറഞ്ഞ വിദേശിയായ രാജാവൊക്കെ ഭരിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരുന്നു, അല്ലെങ്കിൽ അവരുടെ കീഴിൽ തന്നെ ആയിരിക്കാം ഇവരുണ്ടാവുന്നത്.
അപ്പോൾ അവിടെ വെച്ച് പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ എന്തോ ഒരു സീൻ ഉണ്ടാവുന്നു. മേ ബി ഇവരുടെ പ്രണയമായിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ വാലിബൻ്റെ പ്രണയമായിരിക്കാം. വാലിബൻ്റെ നായിക എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരിക്കും. അപ്പോൾ ആ ഒരു പ്രണയം വലിയൊരു പ്രോബ്ലം അവിടെ സൃഷ്ടിക്കുന്നു. അങ്ങനെ ഈ പറഞ്ഞ ഗ്രാമവാസികളെ എല്ലാവരെയും ഈ രാജാവും അവരുടെ പടകളും കൂടി പിടിച്ചുകൊണ്ട് വരുന്നു, അറ്റാക്ക് ചെയ്യുന്നു. വാലിബനെയും അവർ ചങ്ങലൊക്കെ ഇട്ട് വെക്കുന്നു. ബിക്കോസ് ആ പ്രണയം കൊണ്ട് വാലിബനാണല്ലോ മെയിൻ. വാലിബനെ രക്ഷിക്കാൻ വേണ്ടിയായിരിക്കാം മേ ബി ഈ നാട്ടുകാരെല്ലാവരും കൂടി വരുന്നത്, നമുക്കറിയില്ല. എന്തായാലും വലിയൊരു ഫൈറ്റും കാര്യങ്ങളൊക്കെ നടന്നിട്ട് കുറേ ഗ്രാമവാസികളെല്ലാം മരിക്കുന്നുണ്ട്. ആ ഒരു സംഭവം എന്താ പറയുക, ലൈഫ് ചേഞ്ചിങ് ഇവൻ്റായി മാറുന്നു വാലിബൻ്റെ കാര്യത്തിലും ഗ്രാമവാസികളുടെ കാര്യത്തിലും. അപ്പോൾ ഇവരും വാലിബനും തമ്മിൽ തെറ്റുന്നു. അങ്ങനെ വാലിബന് അവിടെ നിന്ന് പോകേണ്ടി വരുന്നു. അങ്ങനെ വാലിബൻ കാസ്റ്റവേ. അങ്ങനെ പുള്ളിക്കാരൻ ഇങ്ങനെ യാത്ര ചെയ്ത് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയി. മേ ബി പറഞ്ഞ പോലെ മോങ്ക്, ടിബറ്റൻ കാര്യങ്ങൾ അവിടെ ഇവിടെ ലോകം മുഴുവൻ ചുറ്റിയിട്ടായിരിക്കാം വാലിബൻ തിരിച്ചു വരുന്നത്. പക്ഷേ ഇത്തവണ പുള്ളി അതിശക്തനാണ്. അങ്ങനെ അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ അത്ര വെൽക്കമിങ് ആയിരിക്കില്ല, ഒരു എക്സ്ട്രാ ഓർഡിനറി ഫിഗർ. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ പാസ്റ്റിലെ പ്രണയം, ഇപ്പോഴത്തെ യുവമിഥുനങ്ങളുടെ പ്രണയം, രാജാവ്, അവരുടെ ഭരണം, ഒരു പ്രതികാര കഥയ്ക്കുള്ളൊരു സാധ്യത നമുക്കിവിടെ കാണാൻ പറ്റും. വാലിബൻ ഒരു കയറൊക്കെ വലിച്ചിങ്ങനെ എഴുന്നേറ്റിങ്ങനെ വരുന്നൊരു സീനിൽ ലാലേട്ടൻ്റെ ആ ഒരു ഫിഗർ, അല്ലെങ്കിൽ വാലിബൻ്റെ ആ ഒരു ഫിഗർ ഭയങ്കര വലിപ്പമുള്ളതായിട്ടാണ് അവർ കാണിച്ചിട്ടുള്ളത്. അതായത് ആ കയറ് പൊങ്ങിപ്പോകുമ്പോൾ ആൾക്കാരുടെ തലയ്ക്കും മീതെ പോകുന്നുണ്ടെങ്കിൽ വാലിബൻ അത്ര ഉയരം ഉണ്ടാവണം. അപ്പോൾ എനിക്ക് തോന്നുന്നു പുള്ളിയുടെ സ്ട്രെങ്ത്തും അതുപോലെ തന്നെ പവറും കാണിക്കുന്ന ഒരു രംഗമായിരിക്കും. അത് ഒരുപക്ഷെ ക്ലൈമാക്സിലേക്കുള്ളൊരു സംഭവമായിരിക്കും. അതായത് ഒരു നെക്സ്റ്റ് പാർട്ടിൻ്റെ ഒരു ഫീല് കൊണ്ടുവരിക, അങ്ങനെയൊക്കെയുള്ളൊരു സംഭവമായിരിക്കാം. അതല്ലെങ്കിൽ ഒരു മെയിൻ ഫൈറ്റിന് മുമ്പ്, ആ ഒരു ക്ലൈമാക്സ് ഫൈറ്റിന് മുമ്പുള്ളൊരു രംഗമായിരിക്കാം. എന്തായാലും എനിക്ക് ഉറപ്പാണ്, ക്ലൈമാക്സ് പൊടി പാറിക്കും അവർ. അതുവരെ മേ ബി ഫിലോസഫി കാര്യങ്ങളൊക്കെ കൊണ്ടുവരെങ്കിലും ക്ലൈമാക്സ് ഒരു വമ്പൻ ക്ലൈമാക്സ് ആയിരിക്കും. ഇപ്പോൾ ഞാനൊരു 3 സാധ്യതകൾ പറഞ്ഞിട്ടുണ്ട്. ഈ 3 സാധ്യതകളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇൻ്റർകണക്ട് ചെയ്തിട്ടും സ്റ്റോറി വരാം, ഇതൊന്നും അല്ലാതെയും സ്റ്റോറി വരാം. ഇതൊക്കെ എൻ്റെ ഒരു ഗസ്സിങ് ആണ്. ഇത് പക്ഷേ മോസ്റ്റ് പ്രോബ്ലി തെറ്റായിരിക്കും. ആൻഡ് ഐ വിഷ് അത് തെറ്റാവണമെന്ന്. ബിക്കോസ് നമുക്ക് എപ്പോഴും ഒരു എക്സ്ട്രാ ഓർഡിനറി എക്സ്പെക്ട് ചെയ്യാത്തൊരു കഥ വരിക എന്ന് പറയുന്നത് സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഞാനീ പറഞ്ഞ 3 വേരിയേഷനും എങ്ങനെ വന്നാലും സിനിമയുടെ ഫസ്റ്റ് ഹാഫ് മാത്രമേ ഉണ്ടാവൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ സിനിമയുടെ കഥ മുഴുവനായിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ ഈ ട്രെയിലറിലും ടീസറിലും ഒക്കെ നിങ്ങൾ കണ്ടതൊന്നും മെയിൻ രംഗങ്ങളല്ല എന്നാണ് ലാലേട്ടൻ വരെ പറഞ്ഞത്. അപ്പോൾ അതായത് നമ്മൾ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ നമ്മൾ മെയിനാണെന്ന് കരുതിയ സംഭവങ്ങളൊക്കെ വെറും സൈഡാണെന്ന് വരുന്ന ഒരു സിനിമയായിരിക്കും ഇത്. ഒരുപക്ഷെ ഇത് മുഴുവൻ പാസ്റ്റിലുള്ള സംഭവങ്ങളാണ് നമ്മൾ കണ്ടതെങ്കിലോ. എനിവേ, അപ്പോൾ ഈ സ്റ്റോറിയിൽ നമ്മൾ എത്രയൊക്കെ പ്രെഡിക്റ്റ് ചെയ്താലും അതുക്കും മേലെ ഇതിലുണ്ടാവും എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മേ ബി ഞാൻ ഈ പറഞ്ഞ കഥ മുഴുവൻ ഒരു ഫസ്റ്റ് ഹാഫിനുള്ളൊരു കഥ മാത്രമേ ആയിട്ടുള്ളൂ. പ്രത്യേകിച്ച് ഇതിൽ വരാൻ പോകുന്ന ക്ലൈമാക്സ് ഫൈറ്റ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ആക്ഷൻ, അതിൻ്റെ അകത്ത് വരാൻ പോകുന്ന എലമെൻറ്റ്സ്, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ പ്രഡിക്ഷൻസ് ഒന്നുമല്ല. എന്തായാലും ഐ ഹാഡ് ടു, ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഒന്ന് ആ ട്രെയിലറൊക്കെ കണ്ടു നോക്കിയിട്ട് എന്തായിരിക്കും, എങ്ങനെ ആയിരിക്കും. ലൈക്ക് നമ്മളിപ്പോൾ ചെയ്യത്തില്ല, ഇപ്പോൾ ഒരു സിനിമ കണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാൽ നമ്മളതിൻ്റെ ഒരു സീക്വൽ ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ തന്നെ ഞാൻ ജുറാസിക് പാർക്ക് കണ്ടു കഴിഞ്ഞപ്പം അതിൻ്റെ 3 പാട്ടും കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഞാനതിൻ്റെ 4th പാർട്ടിനുള്ള സ്റ്റോറി ഞാൻ സ്വന്തമായിട്ട് ഇമാജിൻ ചെയ്യാൻ തുടങ്ങി. അത് ഞാൻ റൈറ്റ് ചെയ്യാൻ തുടങ്ങി. എനിക്കത് ഓർമ്മയുണ്ട്. ഈവൻ അതിൻ്റെ ഒരു പ്രീക്വൽ, ജുറാസിക് പാർക്കിൻ്റെ ഒരു പ്രീക്വൽ, അലൻ ഗ്രാൻഡ് എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ഒരു പ്രീക്വൽ വരെ ഞാൻ ഇമാജിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു രസമുള്ളൊരു കാര്യമാണ്. നമുക്ക് ഇഷ്ടമുള്ളൊരു സംഭവത്തിനെ ഇങ്ങനെ നമുക്ക് പിക്ചറൈസ് ചെയ്യുക എന്നുള്ളതൊരു ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്. നമ്മൾ ഇതുവരെ കണ്ടതെല്ലാം ഒന്നുമല്ല, ഇനി കാണാൻ പോകുന്നതാണ് സംഭവം എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ തന്നെ വിശ്വസിക്കാനാണ് എനിക്ക് ആഗ്രഹം. ഇതിലെ വാലിബൻ എന്ന് പറയുന്ന കഥാപാത്രവും അതേപോലെ ഒരു എക്സ്ട്രാ ഓർഡിനറി ഒരു പേഴ്സണായി മാറുന്നത്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു എക്സ്ട്രാ ഓർഡിനറി എന്തെങ്കിലും ഒരു സംഭവം പുള്ളിയുടെ കയ്യിൽ നിന്ന് വരും. ലാർജർ ദാൻ ലൈഫ് തിങ്. എനിക്കത് തന്നെയാണ് ഏറ്റവും കൂടുതൽ പറയാനായിട്ട് തോന്നുന്നത്. അപ്പോൾ ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.